എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരുത്തൻ വിളിച്ചിട്ട് ചോദിച്ചു, ബ്രോന് ലാവൻഡർ മാരേജിന് താല്പര്യം ഉണ്ടോന്ന്. പെട്ടെന്ന് തന്നെ ഞാൻ ഷോക്കായി. ലാവൻഡർ മാരേജോ? അതെന്താ സാധനം? അവൻ പക്ഷെ ഒരു പോസ്റ്റ് എനിക്ക് അയച്ചു തന്നിട്ടാണ് പറഞ്ഞത് ലാവൻഡർ മാരേജിന് താല്പര്യം ഉണ്ടോന്ന്. ഇതാ പോസ്റ്റ് ഞാൻ എന്താ ഇവിടെ പിൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് സാധനം. ഇതിൽ എഴുതിയിരിക്കുന്നത് കണ്ടോ, 30 വയസ്സിന് മേലെയുള്ള ഏതൊരു ഗേനെയും എന്നെ സമീപിക്കാം. ഇവൻ ഇത് പറയണവരെ എനിക്ക് അറിയില്ലായിരുന്നു ഈ ലാവൻഡർ മാരേജ് എന്താണ് എന്നുള്ളത്. അതിന് ശേഷമാണ് ഞാൻ ആക്ച്വലി ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യണേ വാട്ട് ഈസ് ലാവൻഡർ മാരേജ് എന്നുള്ളത്. നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ഞാൻ അതിനെപ്പറ്റി എന്തായാലും പറയാം. ഇത് പറഞ്ഞതിന് ശേഷം ഞാൻ അവന് കൊടുത്ത മറുപടി എന്താണ് എന്നുള്ളത് അവസാനം ഞാൻ പറയാം. ലാവൻഡർ മാരേജ് പറഞ്ഞ ഒരു ഫേക്ക് മാരേജ് ആണ്. അതായത് സൊസൈറ്റിയുടെ മുന്നിൽ ഒരു ആണ് ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നു, സന്തോഷമായിട്ട് ജീവിക്കുന്നു. പക്ഷെ ആ കല്യാണം കഴിക്കുന്ന ആണോ അല്ലെങ്കിൽ പെണ്ണോ അല്ലെങ്കിൽ രണ്ടുപേരുമോ ഹോമോസെക്ഷൽ ആയിരിക്കും. ചിലപ്പോൾ അവർ ഗേ ആയിരിക്കാം, ലെസ്ബിയൻ ആയിരിക്കാം, ബൈ ആയിരിക്കാം, എന്തും ആയിരിക്കാം. ഒരു കൂട്ടായ്മയായിരിക്കും ആക്ച്വലി അവർക്ക് ഉണ്ടാവുക. പക്ഷെ ഒരു റൊമാൻറ്റിക് ലവ് ഉണ്ടാവില്ല, ഒരു ഫിസിക്കൽ ഡിസയർ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പക്ഷെ പുറമെ അവര് നല്ല സന്തോഷവതിയായ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കും. പക്ഷെ ഉള്ളിൽ രണ്ടുപേർക്കും വേണച്ച വേറൊരു പാർട്ട്ണർ ഉണ്ടാവുമായിരിക്കാം. അത് വേണച്ച ഗേ ആയിരിക്കാം, അത് വേണച്ച ലെസ്ബിയൻ ആയിരിക്കാം, പക്ഷെ രണ്ടുപേരും ബയ്യു ആയിരിക്കാം. ഇത് ആക്ച്വലി സ്വന്തം സെക്ഷൽ ഐഡന്റിറ്റി കവർ ചെയ്യാൻ വെക്കുന്ന ഒരു സേഫ് സോണാണ് ആക്ച്വലി ലാവൻഡർ മാരേജ് എന്ന് പറയുന്നത്. ഇപ്പൊ അമേരിക്കയിലാണെങ്കിൽ അടക്കം ഒരാൾക്ക് താൻ ഗേ ആണ് എന്ന് പറയാൻ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഞാനൊരു ഗേ ആണ്, ഞാനൊരു ലെസ്ബിയൻ ആണ് എന്ന് പറയാൻ ഒരു 100ൽ ഒരു 99 പേർക്കും മടിയായിരിക്കും. ഇപ്പൊ കുറച്ച് വിപ്ലവകരമായിട്ടുള്ള കല്യാണമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അച്ഛനെയും അമ്മേനെയും സൊസൈറ്റീനെയും ഓർത്തിട്ട് സൊസൈറ്റിക്ക് വേണ്ടി ജീവിക്കണവരാണെങ്കിൽ നിങ്ങൾക്കും ലാവൻഡർ മാരേജ് ചെയ്യാം. കാരണം ഒരാൾ ഗേയോ ലെസ്ബിയനോ ഒക്കെ ആണെങ്കിൽ അവര് വീട്ടുകാർ കണ്ടെത്തി കൊടുക്കണ പാർട്ട്ണറെ കല്യാണം കഴിച്ചിട്ട് അവര് സ്വയം മാനസികമായിട്ട് പീഡിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ മറ്റുള്ളവരുടെ മുന്നിലൊക്കെ നല്ല സന്തോഷവതിയായ ദാമ്പത്യം. ഇങ്ങനെയുള്ളവർക്ക് ലാവൻഡർ മാരേജ് നല്ലൊരു കാര്യമായിരിക്കും. കാരണം ഒരു മനുഷ്യന് തൻ്റെ സെക്ഷൽ ഐഡന്റിറ്റി പുറത്ത് പറയാൻ നല്ല മടിയുണ്ടാവും. അപ്പോൾ അതൊരു മെന്റൽ ട്രോമയിലേക്കാണ് പോവുക. ഒരു മുഴുഭ്രാന്തിയോ നിങ്ങൾ ആവുന്നതിന് പകരം ഇങ്ങനത്തെ ഒരു ലാവൻഡർ മാരേജ് ചെയ്യുന്നതിന് ഏറ്റവും ഉത്തമം. ഇപ്പൊ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ മാതാപിതാക്കളൊക്കെ പറയുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ശരിയാവും, ഇത് നിനക്കൊരു തോന്നലാണ്, വിവാഹം കഴിഞ്ഞാൽ ഇതെല്ലാം മാറും എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മരണത്തിലേക്ക് തന്നെയാണ് ആക്ച്വലി നിങ്ങളുടെ വീട്ടുകാർ നിങ്ങളെ തള്ളിവിടുന്നത്. ഇപ്പൊ സാധാ മാരേജ് കഴിച്ചാൽ നിങ്ങളുടെ ഐഡന്റിറ്റി, നിങ്ങളുടെ സെക്ഷൽ ഡിസയർ, ഫ്രീഡം ഇതെല്ലാം ഇല്ലാണ്ടാവും. പക്ഷെ ലാവൻഡർ മാരേജ് കഴിച്ചാൽ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾക്ക് നല്ല പേരുമാവും, നിങ്ങളായിട്ട് ജീവിക്കാനും കഴിയും. നിങ്ങൾ സാധാരണ മാരേജ് കഴിച്ചാൽ നിങ്ങൾക്ക് അഫെക്ഷൻ എന്തായാലും വരില്ല. അധികം വൈകാതെ തന്നെ നിങ്ങൾക്ക് റിസെന്റ്മെന്റ് ആവുന്നു ഉറപ്പാണ്. അത് പിന്നെ റെസ്റ്റ് ഇൻ പീസ് ആണ്, ഉറപ്പാണ്. എന്നെ ഈ വിളിച്ചവനില്ലേ, അവൻ എൻ്റെ അടുത്ത് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞിട്ട് 3 മാസമായി എനിക്ക് എൻ്റെ വൈഫിനോട് ഒന്നും തോന്നണില്ല, ഞാൻ എപ്പോഴും തിരിഞ്ഞു കിടക്കുകയാണ്. അവൾ എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്, പക്ഷെ ഞാനൊരു നിർവികാരമായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അവനൊരു ഗേ ആണ് എന്നുള്ളത് അവൾക്ക് മനസ്സിലായി. പക്ഷെ ഇവനത് സമ്മതിച്ചു കൊടുക്കാനും പറ്റുന്നില്ല. കാരണം കല്യാണം കഴിഞ്ഞ ഇതെല്ലാം മാറുമെന്നാണ് അവൻ വിചാരിച്ചത്. എന്നിട്ട് അവൻ്റെ ഭാര്യ അവൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് എന്താണ് എൻ്റെ അടുത്ത് അട്രാക്ഷൻ തോന്നാത്തത്? ഞാൻ പ്രറ്റിയല്ലേ, ആണെങ്കിൽ എൻ്റെ ശരീരത്തിന് വല്ല കുഴപ്പമുണ്ടോ? ഇങ്ങനെയൊക്കെ അവൾ ചോദിച്ചു. നിങ്ങൾ ലാവൻഡർ മാരേജ് കഴിച്ചാൽ പിന്നെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റും എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. കാരണം ലാവൻഡർ മാരേജ് കഴിച്ചാൽ കൂടുതലും ഭാവിയിൽ ചില നേരത്ത് നിങ്ങൾക്കൊരു ഡിപ്രഷനൊക്കെ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പം നിങ്ങൾക്കിടയിൽ ഒരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടിയുടെ ലൈഫ് എന്തായാലും പോയി കിട്ടും. കാരണം ലാവൻഡർ മാരേജിൽ ഒരു ദമ്പതികൾക്ക് അവരുടെ കുട്ടികളെ നോക്കാൻ പരമാവധി കഴിയാറില്ല. കുട്ടികളെ നമ്മൾ സ്വയം ചുമക്കേണ്ടി വരുമ്പോൾ ആ ഒരു ഗിൽട്ട് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം നിങ്ങൾ ആ സ്നേഹത്തോടെ ഉണ്ടായ ഒരു കുട്ടിയല്ല അത്. അവിടെ ഒരു ഗിൽട്ട് ബർഡൻ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും.
ആദ്യം ഇവരൊന്ന് ഡിവോഴ്സിന് ആലോചിച്ചു. പക്ഷെ സൊസൈറ്റി, കാസ്റ്റ്, സ്ത്രീധനം, വേറെ ബിസിനസ് ഇങ്ങനെയൊക്കെ ആലോചിച്ചപ്പോൾ ഇവരത് വേണ്ട, നമുക്ക് അഭിനയിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇവര് ലാവൻഡർ മാരേജിൽ എത്തുകയാണ് ചെയ്തത്. അങ്ങനെ അവരത് സംഭവിച്ചു. അവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആയിട്ട് പോവാന്ന് അവർ രണ്ടുപേരും തീരുമാനം എടുക്കുകയും ചെയ്തു. എന്നിട്ട് അവൻ്റെ വൈഫ് അവനോട് പറഞ്ഞു, എനിക്ക് ബെഡിൽ ഒരു ഫ്രണ്ടിനല്ല വേണ്ടത്, എനിക്കൊരു ഹസ്ബൻഡിനെയാണ് വേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഒരു ബൈസെക്ഷൽ ആയിട്ടുള്ള ഒരു ആണിനെ തിരഞ്ഞെടുക്കാം. എന്താ വെച്ചാൽ 3 പേരും കൂടി ഒരുമിച്ച് കഴിയുക, അല്ലെങ്കിൽ 4 പേരും കൂടി ഒരുമിച്ച് കഴിയുക. പക്ഷെ അത് സീക്രട്ട് ആയിട്ട് പോകണം എന്ന് മാത്രം. ലാവൻഡർ മാരേജ് എന്നത് ആക്ച്വലി നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ ഇപ്പോൾ കുറെ കൂടുതലാണ് എന്ന് പറയുന്നു. പക്ഷെ നമുക്കത് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയില്ല. ഈ ലാവൻഡർ മാരേജിനെ പറ്റി അറിയാത്തവരെന്താ വെച്ചാൽ എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൽ പോകും. അതിനെ നമ്മൾ പച്ച മലയാളത്തെ അവിഹിതം എന്ന് പറയുകയും ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമോ എനിക്കറിയില്ല. പക്ഷെ നിങ്ങളൊരു തെറ്റായ ബന്ധത്തിലാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ, നിങ്ങൾക്ക് ശരിയായ ഒരു ബന്ധം വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, അത് ലീഗലായിട്ട് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാവൻഡർ മാരേജ് ചെയ്യാം. ഒരു കാര്യം ഓർക്കുക, പ്രണയം എന്നതൊരു ഡ്യൂട്ടി അല്ല, ഇൻറ്റിമസി എന്നതൊരു ഓപ്ഷനും അല്ല, മാരേജ് പറയണത് ഒരു ജയിലും അല്ല. നിങ്ങളൊരു പ്രണയത്തിലാണെങ്കിൽ, നിങ്ങൾക്ക് ഒരു ഇൻറ്റിമസി നന്നായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രം നിങ്ങൾ ഉറപ്പിക്കുക നിങ്ങൾ ശരിയായ ഒരു ബന്ധത്തിലാണ്.